ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം അധ്യായം 12 3 തിരുവചനം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട എബ്രായർക്ക് എഴുതിയ ലേഖനം 12 അധ്യായം 3 തിരുവചനത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്കുണ്ടാവുന്ന ജീവിതയാത്രയിലെ മടുപ്പ് അഥവാ അലസത അത് മാറുവാൻ നാം എന്ത് ചെയ്യണമെന്ന് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ തിരുവചനം നാം പ്രാർത്ഥനയോടെ ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ മടുപ്പ് മാറ്റുവാനായി ദൈവകൃപയിൽ ആശ്രയിക്കാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ജീവിത അനുഭവമാണ് മടുപ്പ് എന്നുള്ളത്. നാം ചെയ്യുന്ന ചെറുതും വലുതുമായ കാര്യങ്ങളിൽ, പ്രവൃത്തികളിൽ ഒരു മടുപ്പുണ്ടാവുക. അത് ഭവനത്തിലെ പ്രവൃത്തികളാകാം, ജോലിസ്ഥലത്തെ പ്രവൃത്തികളാകാം, സഭയിലും സമൂഹത്തിലും മറ്റു വിവിധ ഇടങ്ങളിലും നാം ദൈനംദിനം അഥവാ പതിവായി ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കൊരു മടുപ്പ് തോന്നാറില്ലേ? ഇങ്ങനെയുള്ള മടുപ്പ് പലപ്പോഴും നാം ദൈനംദിനം ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരു തടസ്സമായി തീരാറുണ്ട്. എങ്ങനെ നമുക്ക് ഈ മടുപ്പ് മാറ്റിയെടുക്കാം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായിരിക്കുന്നത്. നാം വായിച്ചു കേട്ട എബ്രായർ 12:3 നമ്മുടെ ജീവിതത്തിലെ ക്ഷീണവും മടുപ്പും മാറുവാൻ നാം ഒരു വ്യക്തിയെ അഥവാ ദൈവപുത്രനായ ക്രിസ്തുവിനെ ധ്യാനിക്കാനാണ് ഉപദേശിക്കുന്നത്. ദൈവപുത്രനെ നാം ധ്യാനിച്ചാൽ അഥവാ ദൈവപുത്രൻ്റെ ജീവിതത്തെ ഒന്ന് വീക്ഷിച്ചാൽ, ആ ദൈവപുത്രൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ നേരിട്ട പീഡനങ്ങൾ, അത് മാനസിക പീഡനം, ശാരീരിക പീഡനം, ആത്മീയ പീഡനം, ഇവയൊക്കെ നേരിട്ടത് സഹനം വഴിയാണ്. ഇവിടെ നാം വായിച്ചു കേട്ട വചനത്തിൽ അത് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലെ തൻ്റെ ശുശ്രൂഷാകാലം വളരെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പീഡനങ്ങൾ, ഉപദ്രവങ്ങൾ നേരിട്ടതായി നാം 4 സുവിശേഷങ്ങളിൽ വായിക്കുന്നു. എങ്ങനെ ദൈവപിതാവിൻ്റെ ആ ഇഷ്ടം ചെയ്യുവാൻ ദൈവപുത്രന് സാധിച്ചു എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഈ വചനത്തിൽ നമുക്ക് കാണാം. വിരോധം സഹിച്ചു
അഥവാ ഈ ഭൂമിയിൽ തനിക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നുവോ അതെല്ലാം സഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. സഹനം, സഹിഷ്ണുത, ഇതെല്ലാം നമ്മെ നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മെ പ്രാപ്തരാക്കും. അതെ, ദൈവപുത്രനെ ധ്യാനിക്കുന്നതിലൂടെ, ദൈവപുത്രൻ സഹിച്ച കാര്യങ്ങൾ ധ്യാനിക്കുന്നതിലൂടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്ത് അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയും. ആമേൻ. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ, നാഥാ നിന്നെ എന്നും വാഴ്ത്തിടാം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ, നാഥാ നിന്നെ എന്നും വാഴ്ത്തിടാം.